നമസ്കാരം. നെന്മാറ കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ പുറത്തുവരുന്നത് പ്രതിയുടെ കൂസലില്ലായ്മയും ഇടപെടലിന്റെ ഞെട്ടിക്കുന്ന വസ്തുതകളുമൊക്കെയാണ്. പ്രതി കൊലക്കായി ആയുധം വാങ്ങിയ കടയിലെത്തിച്ചായിരുന്നു ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. പുഷ്പയെ നോക്കി പല്ലു കടിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് പുഷ്പ കയ്യിന്ന് പോയി എന്നതായിരുന്നു ചെന്താമരയുടെ മറുപടി. അതായത് തൻ്റെ ഉള്ളിൽ ഇപ്പോഴും പകയുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സത്യത്തിൽ ചെന്താമര ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്രതി പുറത്തിറങ്ങിയാൽ നെന്മാറയ്ക്ക് അത് വലിയ ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ ചെന്താമരയെ അകത്ത് തളയ്ക്കേണ്ടത് ആ നാടിന്റെ സുരക്ഷയുടെ കൂടി ആവശ്യമായി മാറുകയും ചെയ്യുന്നു. എലവഞ്ചേരിയിൽ നിന്നുമാണ് ആയുധം വാങ്ങിയതെന്ന് ചെന്താമര നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എലവഞ്ചേരിയിലെ അഗ്രോ എക്യുപ്മെന്റ്സ് എന്ന കടയിൽ തെളിവെടുപ്പ് നടത്തിയത്. കത്തി നിർമ്മിച്ചു നൽകുന്ന സ്ഥലമായിരുന്നു അത്. മാത്രമല്ല, കത്തിയുടെ മരപ്പിടിയും നിർമ്മിച്ചു നൽകിയത് ഈ കടയിൽ നിന്നാണ്. ചെന്താമരയുടെ ആവശ്യപ്രകാരം ഊരിമാറ്റാവുന്ന മരപ്പിടിയാണ് നിർമ്മിച്ചു നൽകിയത്. അതേസമയം കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കടയുടെ സീൽ കൃത്യമായും കൊടുവാളിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. 1 മാസം മുമ്പ് മറ്റൊരു കൊടുവാൾ കൂടി വാങ്ങിയിരുന്നു. കൃത്യത്തിന് അത് ഉപയോഗിച്ചിട്ടില്ല. കാട് വെട്ടുന്നതിനായിരുന്നു മറ്റൊരു കടയിലെത്തി ആയുധം വാങ്ങിയത്. ഇതിൽ കടയുടമ ശ്രീധരൻ ചെന്താമരയെ തിരിച്ചറിഞ്ഞു. തൻ്റെ മകളാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അതിനാൽ ഇനി ഒരിക്കൽ പോലും പുറത്തിറങ്ങിയില്ലെങ്കിലും വീട് മകൾക്ക് നൽകണമെന്നുമാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. എലവഞ്ചേരി അഗ്രോ എക്യുപ്മെന്റ്സ് എന്ന സ്ഥാപനത്തിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര ക്രൂരമായി കൊന്നത്. വ്യക്തി വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം. ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് എലവഞ്ചേരി അഗ്രോ എക്യുപ്മെന്റ്സിൽ നിന്നാണെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ചെന്താമര കാട് വെട്ടുന്നതിനായി എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്നും കത്തി വാങ്ങിയിരുന്നു. ഇവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ഈ കടയുടമ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനിടെയാണ് മകളെ ഒരുപാട് ഇഷ്ടമാണെന്ന് തെളിവെടുപ്പിനിടെ ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത്. തൻ്റെ വീട് മകൾക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രതി പോലീസിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ താൻ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നതായും ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയായ പുഷ്പയാണ് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണം. എന്നാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. തെളിവെടുപ്പിനെതിരെ പ്രതി ചെന്താമര തന്നെ വകവരുത്തുമെന്ന രീതിയിൽ ആംഗ്യം കാണിച്ചെന്ന് പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പല്ലു കടിച്ചതിൽ ചോദ്യം ചെയ്തത്. അതിനോടായിരുന്നു കയ്യിൽ നിന്നും പോയെന്ന് പറഞ്ഞത്. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയതും ശേഷം ഒളിവിൽ പോയതുമെല്ലാം ചെന്താമര പോലീസിനോട് വിവരിച്ചു. വിയൂർ അതിസുരക്ഷാ ജയിലിൽ നിന്നുമാണ് നെന്മാറ ഇരട്ടക്കൊലപാതക പ്രതി ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചത്. ആദ്യം സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയ റോഡിൽ ക്രൈം സീൻ പുനരാവിഷ്കരിച്ചു. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ വെച്ചു എന്നും അതിനുശേഷം വീടിന്റെ പിന്നിലൂടെ വേലി ചാടി പാടത്തിലൂടെ ഓടി സിം, ഫോൺ എന്നിവ ഉപേക്ഷിച്ചതായും സമീപത്തെ കനാലിൽ വൈകുന്നേരം വരെ ഇരുന്നതായും കനാലിന്റെ ഓവിലൂടെ വൈകുന്നേരം മല കയറിയെന്നും ചെന്താമര പോലീസിനോട് വിവരിച്ചു. ചെന്താമര കൊടുവാൾ ഉപേക്ഷിച്ച വീട്ടിലും ശേഷം ഓടി രക്ഷപ്പെട്ട പാടവരമ്പത്തും മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ച കനാൽ അരികിലുമൊക്കെ വിശദമായ തെളിവെടുപ്പാണ് പോലീസ് നടത്തിയത്. ഇന്നലെ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നതെങ്കിൽ ഇന്ന് 30ഓളം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തെളിവെടുപ്പുമായി നാട്ടുകാർ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് വിവരം. നന്ദി.